ശിവരാഷ്ട്രീയം ഫസ്റ്റ് ഹാഫ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ട്രോൾ ചെയ്യേണ്ടവർ ട്രോൾ ചെയ്തിട്ടുമുണ്ട്. ഫണ്ണി ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് അങ്ങനൊന്നും അല്ല. സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു തീമുണ്ട് ഇതിൽ. അത്യാവശ്യം സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒത്തിരി കൺസെപ്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രേമം നെൻപോളി ബാക്ക്. കോമഡിയായിട്ട് പൊളിറ്റിക്സ് ഉണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട് പറഞ്ഞു. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡിജോ ജോസ് ഡയറക്ട് ചെയ്യുന്ന മലയാളി ഫ്രം ഇന്ത്യ സിനിമയുടെ ഫസ്റ്റ് ഷോ നടക്കുന്ന തിയേറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്തുന്ന ഓഡിയൻസിന്റെ റിവ്യൂ റെസ്പോൺസ് ചോദിക്കാം. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് ഇമോഷണൽ ആയിട്ടുണ്ട്. കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിളാണ്. നല്ലൊരു ഹെയർ ടച്ചിങ് ഫിലിമാണ്, നല്ലൊരു ജീവിത കഥ പറയുന്നത്. ഇമോഷണൽ, നല്ല ഇമോഷണലാവും സിനിമ ഉണ്ടായാലും. ലാസ്റ്റ് ഒക്കെ ക്ലൈമാക്സ് ഒക്കെ നല്ലതായിട്ട് ഇമോഷണൽ ആവുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഞാൻ എക്സ്പെക്ട് ചെയ്തു, പക്ഷെ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തില്ല. ക്ലൈമാക്സും അത്ര സൂപ്പറാന്ന് തോന്നിയില്ല. ഒരു എബോവ് ആവറേജ് മൂവി, വൺ ടൈം വാച്ച്. ഫസ്റ്റ് കോമഡിയായിട്ട് പൊളിറ്റിക്സ് ഉണ്ട്, നല്ലൊരു മെസ്സേജ് ഉണ്ട് പറഞ്ഞു. ക്ലൈമാക്സ് കൊള്ളാം, നല്ല അവിടെ തന്നെയാണ്. ഇതിന് ഫസ്റ്റ് ഹാഫ് നല്ല ബോറായിട്ട് തോന്നി, ഭയങ്കര ലാഗായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് മുതൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ നല്ല സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള ഒരു തീമുണ്ട് ഇതിൽ. അപ്പോൾ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കേപ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് ഫീൽ ചെയ്തു. It was very good. Nevin Pauly is like his comeback only. Our old Premam Nevin Pauly is back. It's a must watch in the theatres. പടം തീയാണല്ലേ, തീ. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് വളരെ വളരെ അതിമനോഹരമായിരുന്നു. നമ്മുടെ കണ്ണ് നനയിപ്പിച്ച് നമ്മളെ ഇരുത്തുന്ന ഒരു സിനിമയായിപ്പോയി. മലയാളി ഫ്രം ഇന്ത്യ അത് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. നിവിനേട്ടൻ തിരിച്ചു വന്നിട്ടുണ്ട്, നമ്മളെ ബ്രോ തിരിച്ചു വന്നു. പടം കുഴപ്പമില്ലായിരുന്നു, ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ ഡ്രാമയായിരുന്നു. പിന്നെ അത്യാവശ്യം സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫിനേക്കാളും സെക്കൻഡ് ഹാഫായിരുന്നു നന്നായിരുന്നത്. നല്ലൊരു മൂവിയായിരുന്നു, ഒരു എബോവ് ആവറേജ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. നിവിൻ്റെ നല്ലൊരു കംബാക്ക് ആയിരുന്നു. നമ്മൾ കുറച്ച് നല്ല കോമഡിയും കുറച്ച് നല്ല സീരിയസ് കമ്പോണൻസും നമ്മൾ സൊസൈറ്റി കാണുന്ന കുറച്ചധികം നല്ല കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. നമ്മൾ ട്രെയിലർ ഒക്കെ കാണുന്ന പോലെ അല്ല പടം. ട്രെയിലർ വളരെ ഫണ്ണി ആയിട്ടാണ് എടുത്തത്, പക്ഷേ സിനിമ ഫസ്റ്റ് ഹാഫ് നല്ല ഫണ്ണിയും പിന്നെ വന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറിയൊക്കെ ആയിട്ട് പറയാം. അതെ അതെ, ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ആവുന്നുണ്ട്. പടം നന്നായിട്ടുണ്ട്, വളരെ നല്ല പടമാണ്. കൺഫേം ആയിട്ടും വീട്ടിൽ നമുക്ക് ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. കോമഡി മാത്രമായിട്ടുള്ള ഒരു ഒതുങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് പടമല്ല ഇത്. മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, നല്ലൊരു പടം തന്നെയാണ്. കുഴപ്പമില്ലായിരുന്നു. ഫണ്ണി ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് അങ്ങനൊന്നും അല്ല. രണ്ടും വേറെ വേറെ സിനിമ കാണുന്ന പോലത്തെ ഫീലിംഗ് ആയിരുന്നു.